മേഘന, എന്തൊക്കെയാണ് കോഴിക്കോട്, വടകര, മലപ്പുറം, പൊന്നാനി, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള മലബാർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം? ഇന്ന് ഏതൊക്കെ തരത്തിലാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ? അഭിഷാദ്, കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ ഒരു സംവാദ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എളമരം കരീം MP ഇപ്പോൾ ഒരു സംവാദ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മോഡറേറ്റർ ജോൺ ബ്രിട്ടാസ് MP ആണ്. ഇതിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് താഴെത്തട്ടിലുള്ള, അതായത് ജില്ലാ പഞ്ചായത്ത് മുതൽ വാർഡ് തലം വരെയുള്ള ജനപ്രതിനിധികളെയും LDFന്റെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ് ഈ ഒരു സംവാദ പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എളമരം കരീം MP ഈ പരിപാടിയിൽ സജീവമാണ്. ഇവിടെ വാർഡ് തലം മുതലുള്ള വ്യത്യസ്ത തലത്തിലുള്ള ജനപ്രതിനിധികളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ രാവിലെ മുതൽ 4 വടകര ലോക്സഭാ മണ്ഡലമാണെങ്കിലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലമാണെങ്കിലും 4 സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ സജീവമാണ്. തെരഞ്ഞെടുപ്പ് എടുക്കാൻ ഇനി 32 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഈ 32 ദിവസങ്ങൾ എത്രയും വേഗം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളുള്ളത്. മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ താപനില എന്ന് പറയുന്നത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ താപനിലയും കൂടി അതിജീവിച്ച് വേണം സ്ഥാനാർത്ഥികൾ ഒരു പര്യടനത്തിലേക്കും സജീവ പര്യടന പരിപാടികളിലേക്കും പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് NK രാഘവൻ MP, UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള NK രാഘവൻ MP വ്യത്യസ്തമായിട്ടുള്ള കുടുംബ യോഗങ്ങളിലടക്കം പങ്കെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാണ്. മാത്രമല്ല, വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വടകര ലോക്സഭാ മണ്ഡലത്തിലും വലിയ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. ജനങ്ങളുടെ മനസ്സ് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിൽ ശൈലജ ടീച്ചറുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിർത്തി പോവുക, അതായത് 32 ദിവസം തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നത് വരെ മണ്ഡലത്തിലുള്ള ഒരു ട്രെൻഡ് നിലനിർത്തി പോവുക എന്നുള്ളത് തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികളും മുന്നിലോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഈ 32 ദിവസങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സ് മറിയാനും രാഷ്ട്രീയ സാധ്യതകൾ പല ഭാഗത്തേക്ക് ആകാനുള്ള സാധ്യത സ്ഥാനാർത്ഥികൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനമായും ഇരു മണ്ഡലങ്ങളിലും മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നത് വികസനം തന്നെയാണ്. അതായത് റെയിൽവേ അടക്കമുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജും ദേശീയപാതയും കോഴിക്കോട് ജില്ലയിൽ വരേണ്ടിയിരുന്ന എയിംസ് അടക്കമുള്ള പദ്ധതികൾ അത് വന്നില്ല എന്നുള്ള ഒരു വിമർശനം ഇടതുപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ സജീവമാണ്. മാത്രമല്ല, ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ഷാഫി പറമ്പിലടക്കം രാവിലെ വിവിധ പള്ളികളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ പ്രാർത്ഥനകളിലും മറ്റും പങ്കെടുത്തിരുന്നു. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ സജീവമാണ്. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പൊതുവെയുള്ള, അതായത് റോഡ് ഷോയും മറ്റ് പര്യടന പരിപാടികളും ഒക്കെ ഇപ്പോൾ മണ്ഡലത്തിൽ കുറവാണ്. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥികൾ കൂടുതലായും കേന്ദ്രീകരിക്കുന്നത് വോട്ടർമാരെ നേരിട്ട് പോയി കാണാനും കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ തീർച്ചയായും മേഖലയിലേക്ക് ഞാൻ തിരിച്ചെത്താം പിന്നീട്.